പുരോഹിതന്മാർക്ക് പോലും ദൈവമാരെന്ന് തിരിച്ചറിയുവാനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ലോകാവസാനമായിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ എണ്ണമില്ലാത്ത പാപത്തിൽ നമ്മളെ വിടുവിച്ച് നമ്മളെ ദൈവത്തിന്റെ മക്കളും വിശുദ്ധന്മാരും സ്വർഗസ്ഥന്മാരുമാക്കി തീർക്കേണ്ടതിന് ദൈവം തന്റെ ഏകജാതനായ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ താണലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് അയച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. മറ്റാരും സ്വർഗത്തിൽ നിന്ന് വന്നിട്ടില്ല. ഒരുവൻ പോലും സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയിട്ടുമില്ല. ആ യേശുക്രിസ്തു അവനൊരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വരികയാണ്. അവനാൽ അത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്, അവനാൽ അത്രേ ഭൂമിയും ആകാശവും സൂര്യനും സൃഷ്ടിക്കപ്പെട്ടത്. എങ്കിലും അവനൊരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് പകരക്കാരനായിട്ട് അവൻ മരിക്കേണ്ടി വന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ യേശുക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരം ചുമന്നുകൊണ്ട് ഗോൽഗൊഥ മലമുകളിലേക്ക് കടന്നു പോവുകയാണ്. കണ്ടോ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗൊഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ നട്ടുച്ചവയിൽ അവൻ തൂങ്ങിക്കിടന്നുകൊണ്ട് നിലവിളിക്കുന്നത് കണ്ടോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും ഓമനെ പേർ ചൊല്ലി അവൻ വിളിക്കുന്നു. ഞാൻ ഈ കഷ്ടമേറ്റ് മരിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ്. കണ്ടോ, ഈ ക്രൂരന്മാരായിരിക്കുന്ന യഹൂദന്മാര് ചാട്ടവാറ് കൊണ്ട് എന്നെ അടിക്കുമ്പോഴും എന്റെ ശരീരത്തിലെ മാംസകഷ്ടങ്ങൾ അടർന്നു പോകുമ്പോഴും ഞാൻ നിന്നെ ഓർത്ത് കേട്ടോ. ഞാൻ നിനക്ക് കേൾക്കേണ്ടിയ, നിന്റെ മേൽ വീഴേണ്ടിയ ഓരോ അടിയും ഞാൻ എന്റെ ശരീരത്തിലേക്ക് ഏൽക്കുകയാണ്. ഇതാണ് എനിക്ക് നിന്നോടുള്ള വ്യക്തിപരമായിരിക്കുന്ന സ്നേഹം.